ചീപ്പ് ആൻഡ് ഡിഫിക്കൽട്ട് കസ്റ്റമർ എടുത്ത് വിൽക്കാനല്ല ഞാൻ പഠിപ്പിക്കുന്നത്, അതെനിക്ക് അറിയത്തുമില്ല. ഐ എം ടോക്കിംഗ് അബൌട്ട് ഓൺലി പ്രീമിയം ആൻഡ് അൾട്രാ പ്രീമിയം കസ്റ്റമേഴ്സ്. അത് നിങ്ങൾ ഏത് റേറ്റ് കുറഞ്ഞ പ്രൊഡക്റ്റ് വിറ്റാലും അതിൻ്റെ അകത്തുമുണ്ട് പ്രീമിയം ആൻഡ് അൾട്രാ പ്രീമിയം. ഒരു ചൂല് മേടിക്കാൻ വരുന്ന കസ്റ്റമർ ആണെങ്കിൽ പോലും അതിൻ്റെ അകത്തുമുണ്ട് പ്രീമിയം ചൂല് മേടിക്കുന്ന ആളുകൾ, ക്വാളിറ്റി ഉള്ളത്. മറ്റൊരു ടീമുണ്ട് ഏറ്റവും വില കുറഞ്ഞ ചൂല് മേടിക്കുന്ന ആളുകൾ. ഉണ്ടോ? അപ്പോൾ ഏത് പ്രൊഡക്റ്റ് എന്നുള്ളതല്ല, ആർക്കാണ് വിൽക്കുന്നത് എന്നുള്ളിടത്താണ് പ്രീമിയത്തിൻ്റെ കാര്യം. നിങ്ങൾക്ക് സ്ട്രാറ്റജി ഉണ്ട്, അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള എബിലിറ്റി ഇല്ലെങ്കിൽ, ആ സ്കില്ലില്ലെങ്കിൽ യു ആർ ഡൺ. നിങ്ങളുടെ ഇതിനെക്കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സ്കില്ല്, ടൈമിംഗ് മീൻസ് വൈ നൗ. ഈ ഓഫർ എന്തുകൊണ്ട് ഇപ്പോൾ അവർ മേടിക്കണം? ഷിജുവിനെ എനിക്കറിയാം, ഷിജുവിന് എന്താ വേണ്ടതെന്ന് എനിക്കറിയാം, എന്തുകൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഷിജു മേടിക്കണമെന്നും എനിക്കറിയാം. എങ്കിൽ എനിക്കറിയാം എന്തുകൊണ്ട് ഷിജു ഇപ്പം ഇത് മേടിക്കണമല്ലോ. ഇത് മൂന്നും അറിഞ്ഞെങ്കിൽ മാത്രമേ ഇത് നമുക്ക് കണ്ടെത്താൻ പറ്റൂ. ഇതിനൊരു കോമൺ സ്ട്രാറ്റജി ഇല്ല. യുവർ അവതാർ കോമൺ ആണ്, യുവർ മാർക്കറ്റ് കോമൺ ആണ്, നിങ്ങളെക്കുറിച്ച് പഠിക്കുന്നതും കോമണാണ്. പക്ഷേ വൈ നൗ എന്നുള്ളത് എഡ്യൂഫ്ലയറുകാരാ ജർമ്മനിയിലോട്ടൊരു നേഴ്സിനെ പറഞ്ഞു വിടുന്നതിന് വേണ്ട റീസൺ അല്ല എന്തുകൊണ്ട് ഇപ്പോൾ ഈ കൊത്തുപൊറോട്ട കഴിക്കണം എന്ന് പറയുന്നതിൻ്റെ ഓഫർ. അതല്ല ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ആരോൺ അക്കാഡമിക്ക് ആ വൈ നൗ അല്ല വേണ്ടേ. ഇറ്റ് പ്യുവർലി ഡിപ്പെൻഡ്സ് ഓൺ യുവർ കോണ്ടെക്സ്റ്റ്. അപ്പോൾ എങ്ങനെ മനസ്സിലാവും? പില്ലർ 1ഉം 2ഉം 3ഉം മനസ്സിലായാൽ 4ന് നിങ്ങൾ എങ്ങും അന്വേഷിച്ച് പോകണ്ട, നിങ്ങൾക്ക് തന്നെ കിട്ടും എന്തുകൊണ്ട് അവരിപ്പോൾ ഇത് മേടിക്കണം എന്നാണ്. നമ്മുടെ ഓഫറിൽ വരേണ്ട 4ാമത്തെ കാര്യം വൈ നൗ, എന്തുകൊണ്ട് ഇപ്പോൾ മേടിക്കണം. അവതാറിനെ കണ്ടുപിടിച്ചു, അവന് വേണ്ട ആവശ്യം എന്താണെന്ന് കണ്ടുപിടിച്ചു, അത് കൊടുക്കുമ്പോൾ വൈ മീ ആൻഡ് വൈ നൗ. നിങ്ങൾക്ക് സ്കില്ലാണ് പ്രോബ്ലം എന്ന് ഞാൻ പറഞ്ഞു. ഇനി ഞാൻ പറയേണ്ടത് വൈ മീ, എന്തുകൊണ്ട് ഞാൻ, എന്തുകൊണ്ട് കിങ്സ് ക്ലബ് അല്ലെങ്കിൽ എന്തുകൊണ്ട് അനിൽ ബാലചന്ദ്രൻ. അടുത്ത എന്താ പറയേണ്ടത്? വൈ നൗ, എന്തുകൊണ്ട് ഇന്ന് തന്നെ ചെയ്യണം.